ഹലോ മക്കളെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഹെറിഡിറ്റിനെ കുറിച്ചായിരുന്നു അല്ലേ. അപ്പം നമുക്കറിയാം ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ ആണ് പറയുന്നത്. അപ്പം ഹെറിഡിറ്റി എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ലോസ്, മെന്റൽ ലോസ് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ. അതിനകത്ത് മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിക്കാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡൈഹൈബ്രിഡ് ക്രോസ് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന റേഷ്യോസ് അല്ലെ. ഫീനോടൈപ്പിക് റേഷ്യോ എന്താണ്, ജീനോടൈപ്പിക് റേഷ്യോ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഒട്ടും വിട്ടുപോകാതെ മക്കളെ പഠിച്ചിരിക്കണം. ഓക്കെ, കാരണം മോണോ ഹൈബ്രിഡിനകത്ത് നമുക്ക് ഫീനോടൈപ്പിക് റേഷ്യോ വരുന്നുണ്ട്, ജീനോടൈപ്പിക് റേഷ്യോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈഹൈബ്രിഡിനകത്ത് നമുക്ക് ഈ പറയുന്ന റേഷ്യോസ് വരുന്നുണ്ട്, ഫീനോടൈപ്പിക് റേഷ്യോയും അതുപോലെ തന്നെ ജീനോടൈപ്പിക് റേഷ്യോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് മാറിപ്പോകരുത്. അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ക്രോസുകൾ ചെയ്യാനായിട്ട് ഉണ്ടാവും. അതുപോലെ മെന്റലിന്റെ ലോ ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. എവല്യൂഷൻ എന്താണ്? എവല്യൂഷൻ നമുക്കറിയാം, പരിണാമം എന്ന് പറയുന്നത് അല്ലെ. പണ്ട് ഹ്യൂമൻസ് ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പൊ ഉള്ളത് അല്ലെ. ഒരുപാട് അഡ്വാൻസ്ഡ് ഫോമാണ് ഇപ്പൊ നമുക്ക് കാണുന്നതും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തത് എവിടെ നിന്നാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ്? അതുപോലെ തന്നെ ഓരോ ഓർഗാനിസംസും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഓർഗാനിസംസും ഇവോൾവ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ എവല്യൂഷന് കാരണമാകുന്നത്? നമ്മൾ പഠിച്ചതായിരുന്നു അല്ലെ. എന്താണ് കാരണമാവുന്നത്? അവിടെ ഉണ്ടാവുന്ന വേരിയേഷൻസ് ആണ് അവിടെ കാരണമാവുന്നത്. ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവുമ്പോൾ ഈ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് അത് പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ അതൊരു എവല്യൂഷൻ ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വേരിയേഷൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇൻഹെറിറ്റൻസ്, ഓരോ ക്യാരക്ടേഴ്സും ഇവിടെ ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്നു. ആ ഇൻഹെറിറ്റഡ് ആയി വരുന്നതിൽ നിന്നും എന്തെങ്കിലും ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന വേരിയേഷൻ പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് ഒരു എവല്യൂഷൻ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് എവല്യൂഷൻ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയില്ലേ. ഇനി നമുക്ക് എവല്യൂഷനെ കുറിച്ച് പഠിക്കാനുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. പാടൊന്നുമല്ല, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ദ ഗ്രാജുവൽ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ലിവിംഗ് ഓർഗാനിസം ഗിവിംഗ് റൈസ് ടു എ ന്യൂ ഓർഗാനിസം ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദെയർ ജെനറ്റിക് കോമ്പോസിഷൻ ഈസ് കോൾഡ് ആസ് ആൻ എവല്യൂഷൻ. ക്ലിയർ ആണോ? എന്താ പറഞ്ഞ? ഗ്രാജുവൽ ചേഞ്ചസ് ആണ്. ഒരു ലിവിങ് ഓർഗാനിസത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു? ഗ്രാജുവൽ ആയിട്ട്, പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. പെട്ടെന്ന് സംഭവിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അത് വേറൊരു ടേം ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ടേം എന്താ? മ്യൂട്ടേഷൻ എന്ന് പറയുന്ന സഡൻ ചേഞ്ച്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചേഞ്ചിനെ നമ്മൾ എന്തെന്ന് പറയും? മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ എന്താ കാര്യം? എന്താ? ഗ്രാജുവൽ ആയിട്ട് ഒരു ഓർഗാനിസത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു? ഗ്രാജുവൽ ആയിട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു? മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വേരിയേഷൻസ് സംഭവിക്കുന്നു, ചേഞ്ചസ് സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നത് കാരണം അവിടെ എന്തുണ്ടാവുന്നു? ജെനറ്റിക് കോമ്പോസിഷൻ, ആ ഒരു ഓർഗാനിസത്തിന്റെ അകത്തുള്ള ജെനറ്റിക് കോമ്പോസിഷൻ അല്ലെങ്കിൽ അവരുടെ ജെനറ്റിക് മേക്കപ്പ് മാറുന്നു, ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഓർഗാനിസം, പുതിയൊരു ഓർഗാനിസത്തിനെയാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ എ ഗ്രാജുവൽ ചേഞ്ചസ് എവിടെ? ടേക്കിംഗ് പ്ലേസ് ഇൻ എ ലിവിംഗ് ഓർഗാനിസം. സോ വാട്ട്? ഗിവിംഗ് റൈസ് ടു എ ന്യൂ ഓർഗാനിസം. So there will be a change in their genetic composition. ഒരു ഓർഗാനിസത്തിനകത്ത് ഗ്രാജുവൽ ആയിട്ട് നടക്കുന്ന ചേഞ്ചുകൾ കാരണം അവരുടെ ജെനറ്റിക് കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഡ്യൂ ടു എവല്യൂഷൻ എന്ത് സംഭവിക്കുന്നു? ഒരു ന്യൂ സ്പീഷീസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത് അല്ലേ. ഒരു പുതിയ സ്പീഷീസ് അവിടെ ഫോം ചെയ്യും. ലീഡ്സ് ടു, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ വേരിയേഷൻസ് കാരണം, അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞു? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെ. സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് അവിടെ ഗാമീറ്റ്സും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്ന സമയത്തും അവിടെ വേരിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. സോ ആറ്റ് എറേഴ്സ് ഇൻ ദ DNA കോപ്പിയിങ്, അവിടെ DNA കോപ്പി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് സംഭവിക്കുകയാണെങ്കിലും വേരിയേഷൻസ് സംഭവിക്കുന്നു. ക്ലിയർ?
സോ സം വേരിയേഷൻസ്, അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന വേരിയേഷൻ അല്ലെ, ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടാവുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഒരു ഓർഗാനിസത്തിനെ എഫക്ട് ചെയ്യുന്നത്? ചില വേരിയേഷൻസ് എന്ന് പറയുന്നത് ഓർഗാനിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് ഒരു അഡ്വേഴ്സ് കണ്ടീഷനകത്ത് അവർക്ക് സർവൈവ് ചെയ്യാൻ ആ വേരിയേഷൻ കൊണ്ട് ഹെൽപ്പ് ആവും. ഇനി ചില ഓർഗാനിസത്തിൽ എന്ന് പറയുമ്പോൾ ഡു നോട്ട് ഹെൽപ്പ് ഓർഗാനിസം ടു സർവേ, ഒരു ഓർഗാനിസത്തിനെ അവിടെ സർവേ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെ അഡ്വേഴ്സ്, ആ ഒരു ഉണ്ടാവുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസിനെ അഡ്വേഴ്സ് ആയിട്ടായിരിക്കും എഫക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമ്മൾ പറയുന്നത് എന്താ, വേരിയേഷൻ കാരണം ഓരോ ഓർഗാനിസത്തിനും എന്തൊക്കെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. വേരിയേഷൻ സംഭവിക്കുന്ന സമയത്ത് ഒരു ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്തിനും കൂടെ പറ്റും, അവിടെ സർവൈവ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല, അതിനും ചാൻസ് ഉണ്ട്. സോ സം വേരിയേഷൻ ഡു നോട്ട് ഹെൽപ്പ് ഓർഗാനിസം ടു സർവൈവ്. ഓക്കെ, ദെൻ പറയുന്നത് എന്താ, അക്വയർഡ് ട്രേറ്റ്സ് കനോട്ട് ബി പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. നമുക്കറിയാം അക്വയർഡ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് അല്ല, വേരിയേഷൻസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻഹെറിറ്റഡ് ട്രേറ്റ്സും ഉണ്ട്, അക്വയർഡ് ട്രേറ്റ്സും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അക്വയർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് സ്പാനിനകത്ത് നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്ന കുറച്ച് കഴിവുകൾ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ അക്വയർഡ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഈ പറയുന്ന അക്വയർഡ് ട്രേറ്റ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ജനറേഷനിലേക്ക് അല്ലെങ്കിൽ അത് വേരിയേഷനിലോട്ട് ലീഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതിനനുസരിച്ച് എന്താണ്, സം വേരിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സം വേരിയേഷൻസ് എന്ത് ചെയ്യും, ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. എങ്ങനെയാണ് ഈ വേരിയേഷൻ കാരണം ഓർഗാനിസത്തിന് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതായത് അവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു ഗ്രീൻ ബുഷസ്, കുറെ അധികം പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തിനകത്ത് റെഡ് ബീറ്റിൽസ്, അവിടെ ബീറ്റിൽസുകൾ കൂടുതൽ ഉണ്ടായിരുന്നു. ദേ ഇൻക്രീസ് ദെയർ നമ്പേഴ്സ് ബൈ റീപ്രൊഡക്ഷൻ. ക്രോസ് ക്യാൻ ഈസിലി സീ ദ റെഡ് ബീറ്റിൽസ്. അവിടെ റെഡ് ബീറ്റിൽസ് വളരെയധികം കൂടുതലായിരുന്നു, റെഡ് ബീറ്റിൽസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവർ റീപ്രൊഡക്ഷൻ വഴി റെഡ് ബീറ്റിൽസിന്റെ എണ്ണം അവിടെ കൂടുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അല്ലെങ്കിൽ അവരുടെ പ്രഡേറ്റേഴ്സ് ആയിട്ടുള്ള, അവരെ ആക്രമിക്കാൻ, അവരെ പിടിച്ച് തിന്നുന്ന ക്രോകൾക്ക് ഈ ഗ്രീൻ ബുഷസിനകത്ത് റെഡ് ബീറ്റിൽസ് അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അവര് എന്ത് ചെയ്യും, അപ്പൊ റെഡ് ബീറ്റിൽസിനെ പെട്ടെന്ന് തന്നെ അവര് ക്യാച്ച് ചെയ്യാനുള്ള ചാൻസുകൾ അവിടെ കൂടുതലാണ്. ഇനി ഈ പറയുന്ന റെഡ് ബീറ്റിൽസ് പിന്നീട് റീപ്രൊഡക്ഷൻ സംഭവിക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിച്ചു, സം ഗ്രീൻ ബീറ്റിൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. അവിടെ റെഡ് ബീറ്റിൽ ഉണ്ടാവേണ്ട സ്ഥാനത്ത് അവിടെ എന്തുണ്ടായി, അവിടെ ഒരു വേരിയേഷൻ സംഭവിച്ച് അവിടെ ഒരുപാട് ഗ്രീൻ ബീറ്റിൽസ് അവിടെ ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ആദ്യം റെഡ് ബീറ്റിൽസ് ആണ്, ഒരു ഗ്രീൻ കളർ ബുഷ് ഉണ്ട് അല്ലെങ്കിൽ ഗ്രീൻ ബുഷസ് അവിടെ ഉണ്ട്, ഗ്രീൻ ഫീൽഡ് അവിടെ ഉണ്ട്. ആ ഗ്രീൻ ഫീൽഡിനകത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നത്, തുടക്കത്തില് റെഡ് ബീറ്റിൽസ് ആയിരുന്നു. ഓക്കെ, റെഡ് ബീറ്റിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, നമ്മുടെ ഇവരെ വന്ന് പിടിച്ച് തിന്നുന്ന ക്രോസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവരുടെ പോപ്പുലേഷൻ അവിടെ കുറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. കാരണം റെഡ് ബീറ്റിൽസ് പെട്ടെന്ന് ഐഡന്റിഫൈ ആവുന്നതാണ് അല്ലെ ഇൻ ദ ഗ്രീൻ ബുഷസ്. അപ്പൊ ക്രോസ് പെട്ടെന്ന് ഇവരെ പ്രേ ആയിട്ട് എടുക്കുന്നുണ്ട്, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നീട് എന്ത് സംഭവിക്കുന്നു, ഈ റെഡ് ബീറ്റിൽസിനകത്ത് പിന്നീട് അവിടെ എന്താ വരുന്നത്, വേരിയേഷൻസ് വരുന്നുണ്ട് അല്ലെ. റെഡ് ബീറ്റിൽസിനകത്ത് വേരിയേഷൻസ് വരുന്നു. പിന്നീട് ഉണ്ടാവുന്ന പോപ്പുലേഷനകത്ത് റെഡ് ബീറ്റിൽസിന് പകരം അവിടെ ഉണ്ടായത് ആരായിരുന്നു, ഗ്രീൻ ബീറ്റിൽസ് ആയിരുന്നു. ഗ്രീൻ കളർ ബീറ്റിൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഗ്രീൻ കളർ ബീറ്റിൽസ് ഉണ്ടാവുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഒബ്വിയസ്ലി അവിടെ എന്താണ്, ഗ്രീൻ ബുഷസ് ആണ് അല്ലെ. ആ ഗ്രീൻ ബുഷസിനകത്ത് ഗ്രീൻ ബീറ്റിൽസ് ഉണ്ടാവുന്ന സമയത്ത് ഇവരെ ക്രോനെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പച്ചയിൽ പച്ച നിൽക്കുന്ന സമയത്ത് ഏതാണ് ബുഷസ്, ഏതാണ് ഗ്രാസ്, ഏതാണ് നമ്മുടെ ബീറ്റിൽസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ക്രോക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവര് പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ, ഇല്ലെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടെ പ്രൊട്ടക്റ്റഡ് ആവാനുള്ള ചാൻസ് അവിടെ ഉണ്ടായി അല്ലെ. അപ്പൊ അവിടെ ഒരു വേരിയേഷൻ വന്നത് കൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു, ദേ ക്യാൻ സർവൈവ്, അല്ലെങ്കിൽ ഈ ബീറ്റിലിന് അത് ഒരു ഹെൽപ്ഫുൾ ആയിട്ട് മാറി. ഓക്കെ, സോ സി ആർ പ്രൊഡ്യൂസ് ഇൻസ്റ്റെഡ് ഓഫ് ദ റെഡ് ബീറ്റിൽസ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ദി റെഡ് ബീറ്റിൽസ്, the green beetles are not visible to the crows and are not eaten by them.
Then gradually the population of the red beetle decreases and the population of the green beetles increases. അപ്പോൾ അവിടെ ഗ്രീൻ ബീറ്റിൽസ് ആണ് അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുന്നത്. പിന്നീട് പോപ്പുലേഷൻ ഉണ്ടാവുന്നതിനനുസരിച്ച് ഗ്രീൻ ബീറ്റിൽസ് കൂടി റെഡ് ബീറ്റിൽസിന്റെ എമൗണ്ട് കുറഞ്ഞു ഗ്രീൻ ബീറ്റിൽസിന് അവിടെ കൂടുതലായിട്ട് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ നമുക്ക് പറയാനുള്ളത്? റെഡ് ബീറ്റിൽസ് ആയിരുന്ന സമയത്ത് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ക്രോസിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ പോപ്പുലേഷൻ കുറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊരു വേരിയേഷൻ സംഭവിച്ചപ്പോൾ അവരെല്ലാവരും എന്തായിട്ട് മാറി? ഗ്രീൻ കളർ ആയിട്ട് മാറി. അങ്ങനെ ഗ്രീൻ കളേർഡ് ആയിട്ട് മാറിയത് കൊണ്ട് അവിടെ എന്ത് ചെയ്തു? ദാറ്റ് ഓർഗാനിസം ക്യാൻ സർവൈവ്. അവർക്ക് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദാറ്റ് ബെനിഫിറ്റഡ് ദം അല്ലെ. ഈ ഒരു വേരിയേഷൻ അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു, അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് അവിടെ ഹെൽപ്പ് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. സോ വേരിയേഷൻ ഹെൽപ്പ് ഓർഗാനിസം ടു സർവൈവ്. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ പറഞ്ഞത്. സോ ദിസ് വേരിയേഷൻ ഹാസ് ഹെൽപ് ദ ഓർഗാനിസം ടു സർവൈവ്. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ ദ വേരിയേഷൻ ഹെൽപ് ദ ഓർഗാനിസം ടു സർവൈവ് എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ ആണത്. ഇനി നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ചില സമയത്ത് വേരിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വേരിയേഷൻ കൊണ്ട് ആ ഓർഗാനിസത്തിന് ഹെൽപ്പ് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്. അതായത് ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ്റെ സമയത്ത് കളർ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു? റെഡ് ബീറ്റിൽസ് ആൻഡ് ബ്ലൂ ബീറ്റിൽസ് ആർ പ്രൊഡ്യൂസ് ഇൻസ്റ്റെഡ് ഓഫ് ദ റെഡ് ബീറ്റിൽസ്. അവിടെ ഉണ്ടാവുന്നത് എന്താണ്? റെഡ് ബീറ്റിൽസും അതുപോലെ തന്നെ ബ്ലൂ ബീറ്റിൽസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. നേരത്തെ ഗ്രീൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. റെഡ് ബീറ്റിൽസിന് റീപ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ബീറ്റിൽസ് ഉണ്ടായി എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റെഡ് ബീറ്റിൽസ് ഉണ്ടായിരുന്നു, അവർക്ക് വേരിയേഷൻ സംഭവിച്ച് അവർ എന്തായിട്ടാണ് മാറുന്നത്? ബ്ലൂ കളേർഡ് ആയിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് വല്ല ഹെൽപ്പ് ഉണ്ടോ? ഗ്രീൻ ബുഷസിനകത്ത് ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ബീറ്റിൽസ് നിന്ന് കഴിഞ്ഞാലും ക്രോസിന് പെട്ടെന്ന് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, ഇവരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട്. സോ അത് കൊണ്ട് അവിടെ അങ്ങനെ ഒരു വേരിയേഷൻ നടന്നത് കൊണ്ട് നെവർ ബെനിഫിറ്റഡ് ദം, അല്ലെങ്കിൽ അതിന് ഒരു ബെനിഫിറ്റും ഉണ്ടാവുന്നില്ല. ഇറ്റ് നെവർ ഹെൽപ്സ് ദം അല്ലെ, ഒരിക്കലും അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ അവിടെ എന്ത് ചെയ്യും? ബോത്ത് ദ റെഡ് ആൻഡ് ദ ബ്ലൂ ബീറ്റിൽ അവിടെ ഡിക്രീസ് ആവും. So we can say that the variation has not helped the organism to survive. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ റെഡ് ബീറ്റിൽസ് ബ്ലൂ കളേർഡ് ബീറ്റിൽസ് ആയിട്ട് മാറുന്ന ആ ഒരു വേരിയേഷൻ അവിടെ ഉണ്ടായത് കൊണ്ട് they never help any organisms, അല്ലെങ്കിൽ it never help to survive in an environment എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ സം വേരിയേഷൻസ് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ചില വേരിയേഷൻസ് എന്ത് ചെയ്യുന്നു? അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞു അക്വയർഡ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് എന്ത് പറഞ്ഞു? ഒരു ജനറേഷനിൽ നിന്നും ഒരു ജനറേഷനിലോട്ട് പാസ് ചെയ്യുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അത് നോക്കാം. ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് ദ ബീറ്റിൽ ഇൻക്രീസസ് ആൻഡ് പ്ലാന്റ്സ് ആർ affected by diseases, then the food availability for the beetle decreases അല്ലെ, and their body weight also decreases. അതായത് ഒരു ഇതിനകത്ത് ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്ത് സംഭവിക്കുന്നു? ഇവർക്ക് ആവശ്യത്തിന് വേണ്ട പോപ്പുലേഷൻ അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ട ഫുഡൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബീറ്റിൽസ് ഒക്കെ എന്ത് ചെയ്യും? അവരവിടെ പട്ടിണിയാണ് അല്ലെ. പട്ടിണി കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? മെലിഞ്ഞുണങ്ങി ഇതായിട്ട് ജീവിക്കും. ഇനി അവർക്കുണ്ടാവുന്ന കുട്ടികൾ അവരപ്പോൾ ഭയങ്കര കഷ്ടതയിലാണ് ജീവിക്കുന്നത്, അവർക്കൊട്ടും ഫുഡില്ല, അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുന്നു? അവരുടെ ബോഡി വെയിറ്റൊക്കെ കുറയുന്നു, അവർ ഭയങ്കരമായിട്ട് മെലിഞ്ഞ് ചെറിയ ആൾക്കാരായിട്ടാണ് അവിടെ ജീവിച്ചു വരുന്നത്. അവർക്ക് ഉണ്ടാവുന്ന കുട്ടികൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരുപാട് ഫുഡിന്റെ അവൈലബിലിറ്റി അവിടെ കൂടുന്നുണ്ട്. അപ്പൊ അവരുടെ അച്ഛനമ്മമാർ അവിടെ മെലിഞ്ഞിരുന്നു, ഇല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടിയില്ല, അവരുടെ സിറ്റുവേഷൻ അതായിരുന്നു എന്നത് വെച്ച്, ഇല്ലെങ്കിൽ അവരുടെ പാരൻസ് വളരെ വീക്കായിരുന്നു എന്നതുകൊണ്ട് അവരുടെ മക്കളും അങ്ങനെ തന്നെ ആവണം എന്നുണ്ടോ? ഇവർക്ക് അവിടെ സർപ്ലസ് ആയിട്ട് ഫുഡ് കിട്ടുന്നുണ്ട്, ഇവർക്ക് അവിടെ അവൈലബിലിറ്റിക്ക് ഒരു കുറവും ഇല്ല, അവർ പ്ലെന്റി ഓഫ് റിസോഴ്സസിനകത്താണ് ഇവർ വളരുന്നത് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്താ അറിയാം? അവർ നല്ല ഫാക്ടി ആയിട്ട് നല്ല ചബ്ബി ആയിട്ട് ഇരിക്കും അല്ലേ. അതെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പൊ അവിടെ പാരൻസ് എങ്ങനെയായിരുന്നോ അത് അവരുടെ ജീവിതത്തിൽ അവരുടെ സിറ്റുവേഷനിൽ അവരങ്ങനെ ആയി തീർന്നതാണ് അല്ലേ. അത് അവരുടെ സിറ്റുവേഷൻ കാരണമാണ് അവരങ്ങനെ ആയത്. ആ ഒരു ചേഞ്ച്, അവരുടെ ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് അവരുടെ മക്കൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം അത് അക്വയർഡ് ആണ്, അവരുടെ ജീവിതത്തിൽ അവർ ആർജിച്ചെടുത്ത ഒരു സംഭവമാണ്.
അങ്ങനെ കിട്ടിയ അക്വയർഡ് ആയിട്ടുള്ള ആ ഒരു ട്രേറ്റ് ഇറ്റ് നെവർ പാസസ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ ഇഫ് ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് അവൈലബിലിറ്റി ഓഫ് ദ ഫുഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി വെയിറ്റ് ഓഫ് ദ ബീറ്റിൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ അവിടെ പറയുന്നത് എന്താ? അക്വയർഡ് ട്രേറ്റ് എന്ന് പറയുന്നത് cannot be passed from one generation to the next generation because there is no change in the genetic composition. അതാണ് അവിടെ പറയേണ്ട കാര്യം അല്ലെ. എന്തുകൊണ്ടാണ് അവിടെ ചേഞ്ച് വരാതിരുന്നത്? ഈ പറയുന്ന വേരിയേഷൻ ഉണ്ടായിട്ടും ആ ഒരു വേരിയേഷൻ why they are not transferring to the next generation എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? this acquired trait അല്ലെങ്കിൽ അവർ ആർജിച്ചെടുത്ത അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ അവരുടെ ആ ഒരു ലൈഫ് സ്പാനിൽ അവർക്ക് കിട്ടിയ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് they never change their genetic composition. അവരുടെ ജെനറ്റിക് മേക്കപ്പിനെ അല്ലെങ്കിൽ അവരുടെ ജീൻസിനെ അത് ഒട്ടും എഫക്ട് ചെയ്തിട്ടില്ല. എപ്പോഴാണോ ഒരു വേരിയേഷൻ ഒരു ജെനറ്റിക്സിൽ അല്ലെങ്കിൽ ഒരു ജെനറ്റിക് കോമ്പോസിഷനിൽ മാറ്റം വരുത്തുന്നത് അപ്പോൾ മാത്രമേ ആ വേരിയേഷൻ അവിടെ ഇൻഹെറിറ്റഡ് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ദേ ആർ പാസിങ്. ക്ലിയർ? അപ്പൊ ഇവിടെ ഒരു അക്വയർഡ് ട്രേറ്റ് എന്തുകൊണ്ടാണ് ദേ നെവർ പാസ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ബിക്കോസ് ദേ ആർ നോട്ട് causing any change to the genetic composition. അവരുടെ genetic composition അകത്ത് they are not changing anything so that they never passes to the next generation. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ബ്രൗൺ ഐസ് എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ ഇയർ ലോബ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല, അവരുടെ ജെനറ്റിക്കലി അവരതായിട്ട് മാറുന്നില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു അച്ഛനമ്മമാരെ എന്ത് ചെയ്യുന്നു? പാട്ട് പഠിച്ചിട്ടുണ്ട്, സംഗീതം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നൃത്തം പഠിച്ചിട്ടുണ്ട്, ഡാൻസ് പഠിച്ചിട്ടുണ്ട്, അവർ നന്നായിട്ട് വെസ്റ്റേൺ കളിക്കും ഇല്ലെങ്കിൽ ക്ലാസിക്കൽ കളിക്കും എന്നൊക്കെ വെച്ച് അവർക്ക് ജനിക്കുന്ന കുട്ടി അവിടെ നിന്ന് ഡാൻസ് കളിക്കണമെന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാ? അത് അവരുടെ ജീനകത്ത് ഇപ്പൊ ഇവര് ഡാൻസ് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ജീനകത്ത് അതൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ? ഡാൻസ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്ന സമയത്ത് അവരുടെ ജീനിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ അങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പറയുന്ന ക്യാരക്ടർ അവരുടെ മക്കൾക്ക് പോയി എന്ന് വരാം. ബട്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് അവരുടെ ലൈഫ് സ്പാനിൽ അവർ അക്വയർ ചെയ്ത് അവർ പഠിച്ചെടുക്കുന്ന കാര്യമാണ് അല്ലെ. അത് അവരോടുകൂടി തീർന്നു പോകുന്നതാണ്. അത് നെവർ പാസ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ക്ലിയർ? അപ്പൊ അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വേരിയേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അപ്പോ ഈ വേരിയേഷൻ കാരണം നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? സ്പീസീഷൻ എന്ന് പറയും അല്ലെ. വേരിയേഷൻ അവിടെ ഉണ്ടാവുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു പുതിയ പോപ്പുലേഷൻ ഉണ്ടാവുന്നു. ഓക്കെ, ന്യൂ സ്പീഷീസ് ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് എ സ്പീഷിയേഷൻ. ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് സ്പീഷീസ്. ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു റെഡ് ബീറ്റിൽസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ആ റെഡ് ബീറ്റിൽസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് പിന്നീട് എന്ത് സംഭവിക്കുന്നു? അവിടെ വേരിയേഷൻ കാരണം ദേ ആർ ചേഞ്ചിങ് ഇൻ ടു എ ബ്ലൂ ബീറ്റിൽസ് ഓർ ദേ ആർ ചേഞ്ചിങ് ഇൻ ടു എ ഗ്രീൻ ബീറ്റിൽസ് അല്ലെ. ആ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ആ വേരിയേഷൻ കാരണം അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പുതിയ പോപ്പുലേഷൻ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പീഷിയേഷൻ എന്ന് പറയുന്നത്. So the formation of a new species എവിടെന്ന്? ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സ്പീഷീസ്, അവിടെ നിലനിൽക്കുന്ന സ്പീഷീസിൽ നിന്ന് ഒരു പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്ന ദാറ്റ് ഫോർമേഷൻ, അതിനെയാണ് നമ്മൾ സ്പീസിയേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ കൊണ്ട് ഈ സ്പീസിയേഷൻ സംഭവിക്കാം? അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻസിന്റെ അക്യുമുലേഷൻ, ഒരുപാട് വേരിയേഷൻസ് അവിടെ സംഭവിക്കുന്ന സമയത്ത് ദാറ്റ് വേരിയേഷൻ മേ ലീഡ് ടു എ ന്യൂ സ്പീഷീസ്. അങ്ങനെ ഒരുപാട് ചേഞ്ചുകൾ, അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഉണ്ടാവുമ്പോൾ അത് ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ദെൻ ഫിസിക്കൽ ബാരിയേഴ്സ് അല്ലെ, ദാറ്റ് ഈസ് ഓൾസോ എ റീസൺ ഫോർ ദ സ്പീസിയേഷൻ. ജനറ്റിക് ഡ്രിഫ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ, മൈഗ്രേഷൻ, ഇതൊക്കെ എന്തിനു സംഭവിക്കുന്നു? അക്യുമുലേഷൻ അല്ലെ. അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് വേരിയേഷൻസിന്റെ അക്യുമുലേഷൻ കാരണം അവിടെ പുതിയൊരു സ്പീഷീസ് ഫോം ചെയ്യുന്നു. ദെൻ ദാറ്റ് അക്യുമുലേഷൻ ഈസ് ഡ്യൂ ടു മേ ബി ഡ്യൂ ടു ദ ഫിസിക്കൽ ബാരിയേഴ്സ്. എന്തെങ്കിലും ഫിസിക്കൽ ബാരിയേഴ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു പുതിയ സ്പീഷീസിനെ ഫോം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ പറയുന്നത് എന്തായിരുന്നു? ജനറ്റിക് ഡ്രിഫ്റ്റ്.
മൊത്തത്തിലൊരു ജെനറ്റിക്സിന്റെ മാറ്റം സംഭവിക്കുന്ന സമയത്തും അവിടെ പുതിയ സ്പീഷീസ് ആയിട്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നാച്ചുറൽ സെലക്ഷൻ, നേച്ചർ ആണ് അവരെ സെലക്ട് ചെയ്യുന്നത്. ഏത് സ്പീഷീസ് അവിടെ ഫോം ചെയ്യണം, ഏത് സ്പീഷീസ് അവിടെ സർവൈവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നേച്ചർ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ നാച്ചുറൽ സെലക്ഷൻ. ദെൻ ദ ഫിഫ്ത്ത് വൺ ഇസ് ദ മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷൻ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഈ ഫാക്ടേഴ്സ് ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? പുതിയൊരു സ്പീഷീസ് ഫോം ചെയ്യാനായിട്ട് കഴിയുന്നു. Okay, so that is the reasons for the new species, formation of the new species. Formation of the new species is called as the speciation. Clear? Okay. അപ്പോൾ നമ്മൾ പറഞ്ഞു അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ. എന്താണ് അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഒരു സ്പീഷീസിനകത്ത് എന്തെങ്കിലും കുറെ വ്യത്യാസം വരുന്നതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറഞ്ഞത് അല്ലെ. അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് അവിടെ ഉണ്ടാവുമ്പോൾ ദിസ് അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ ഓവർ ജനറേഷൻ പ്രൊഡ്യൂസസ് ദ ന്യൂ സ്പീഷീസ്. ഓക്കെ, അങ്ങനെയാണ് ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നത്. ദെൻ ഫിസിക്കൽ ബാരിയേഴ്സ് എന്തൊക്കെയാണ്? Population may get separated by a physical barriers like mountains, rivers, lakes എന്നൊക്കെ പറയുന്ന കുറച്ച് ഫിസിക്കൽ ബാരിയേഴ്സ് വെച്ച് ഈ പോപ്പുലേഷൻസിനെ ഓർഗാനിസത്തിനെ സെപ്പറേറ്റഡ് ആവുന്നു. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തു പോകുന്ന ഐസൊലേറ്റഡ് ഗ്രൂപ്പ്സ് പ്രൊഡ്യൂസസ് വേരിയേഷൻ വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ദ ന്യൂ സ്പീഷീസ്. അങ്ങനെ അവരുടെ എൻവയോൺമെന്റിനനുസരിച്ച് അവരുടെ ഫിസിക്കൽ അവൈലബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ഫിസിക്കൽ ബാരിയേഴ്സ് വെച്ച് ഈ പോപ്പുലേഷനിൽ നിന്നും എന്ത് ചെയ്യുന്നു? ചില ഗ്രൂപ്പ് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നു. ഇങ്ങനെ ചേഞ്ചുകൾ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്നില്ലെങ്കിൽ ഇവരുടെ ആ ഒരു മൂവ്മെന്റ് കാരണം, ഇല്ലെങ്കിൽ അവരങ്ങനെ ആ ഒരു ഐസൊലേറ്റഡ് ഗ്രൂപ്പ്സ് അവിടെ എന്തായിട്ട് മാറുന്നു? അവരുടെ ഫിസിക്കൽ എൻവയോൺമെന്റിനനുസരിച്ച് അവർ പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറുന്നുണ്ട്. അതാണ് ഫിസിക്കൽ ബാരിയേഴ്സിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ടു പ്രൊഡ്യൂസ് എ ന്യൂ സ്പീഷീസ്. ഓക്കെ, ദെൻ ജെനറ്റിക് ഡ്രിഫ്റ്റ്. എന്താണ് ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനകത്ത് ഒരു പുതിയ മെമ്പർ ആഡ് ആവുന്ന സമയത്ത് ഓഫ് ദ സെയിം സ്പീഷീസ്, ഒരേ സ്പീഷീസിലുള്ള ഒരു പോപ്പുലേഷനകത്ത് ഒരു പുതിയ സ്പീഷീസ് ആഡ് ആവുമ്പോൾ ക്യാൻ പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ ദ ജീൻ പൂൾ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ ഒരു ജീൻ പൂളിൽ, അവിടെ ഒരു ജീനിനകത്ത് അവിടെ മേ ബി അവിടെ ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചേഞ്ച് വരുന്നതിനെയാണ്, അങ്ങനെ വന്ന ചേഞ്ച് കാരണം ഒരു പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോപ്പുലേഷൻ ഇവിടെ ഉണ്ട്. ഈ പോപ്പുലേഷൻ അവിടെ ഉണ്ടാവുമ്പോൾ, അവിടെ ഉള്ളപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു പുതിയൊരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു പുതിയൊരു മെമ്പർ, അതേ സ്പീഷീസിൽ പെടുന്ന ഒരു പുതിയൊരു മെമ്പർ. ഓക്കെ, പുതിയൊരു മെമ്പർ എന്ത് ചെയ്യും? ഈ ഒരു പോപ്പുലേഷനകത്തോട്ട് കടക്കും. ഇങ്ങനെ പോപ്പുലേഷനിൽ വരുന്നത് കാരണം ഇവിടെ റീപ്രൊഡക്ഷൻ ഒക്കെ നടക്കുമ്പോൾ ഇവിടെ മൊത്തത്തിൽ അവരുടെ ജെനറ്റിക് പൂളിന് ഒരു വ്യത്യാസം വരും, ഇല്ലെങ്കിൽ ജീനിനകത്ത് ഒരു വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ചേഞ്ച് വരുമ്പോൾ ജെനറ്റിക്കിനകത്ത് അവിടെ ചേഞ്ച് വരുന്ന സമയത്ത് എന്താവുന്നു? ആ ചേഞ്ച് വരുന്ന ആ ഓർഗാനിസം എന്ന് പറയുന്നത് ഇവരുമായിട്ട് റിലേറ്റഡ് ആയിരിക്കില്ല, അതൊരു പുതിയൊരു സ്പീഷീസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ജെനറ്റിക് കോമ്പോസിഷനകത്ത് മാറ്റം വന്ന് പുതിയൊരു സ്പീഷീസ് ഫോം ചെയ്യുന്നു. ആര് കാരണം? പുതിയ ആഡ് ചെയ്ത ഒരു മെമ്പർ കാരണം. സോ ദാറ്റ് ടൈപ്പ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ജെനറ്റിക് ഡ്രിഫ്റ്റ്. സോ ദ ന്യൂ സ്പീഷീസ് ആർ ഫോമിങ് ഡ്യൂ ടു എ ജെനറ്റിക് ഡ്രിഫ്റ്റ്. ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? നാച്ചുറൽ കലാമിറ്റീസ് കാരണമോ അല്ലെങ്കിൽ പുതിയ മെമ്പേഴ്സ് ഈസ് ആഡിങ് ഇൻ ടു ഓഫ് ദ സെയിം സ്പീഷീസ് ഇൻ എൻ ഏരിയ ക്യാൻ പ്രൊഡ്യൂസ് ചേഞ്ചസ് ഇൻ ദ ജീൻ പൂൾ ഓഫ് ദ പോപ്പുലേഷൻ. ആൻഡ് അങ്ങനെ ഉണ്ടാവുന്ന പുതിയ വേരിയേഷൻ എന്ത് ചെയ്യുന്നു? ന്യൂ സ്പീഷീസിനെ ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? നാച്ചുറൽ സെലക്ഷൻ ആണ് പറഞ്ഞത് അല്ലെ. എന്താണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്? Only those individuals of a species which can be useful variation and can adapt to the changes into the environment. ഒരു എൻവയോൺമെന്റിനകത്ത്, ഇപ്പൊ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എന്ന് വിചാരിക്കുക. ആ ഒരു എൻവയോൺമെന്റിനകത്ത് ആർക്കാണോ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് അവിടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നത് അവർ മാത്രമേ അവിടെ നിലനിൽക്കുന്നുള്ളൂ അല്ലെ. ഇപ്പൊ നല്ല കോൾഡ് ടെമ്പറേച്ചർ,
നോർമലിൽ നിന്ന് ഒരു ഭയങ്കര തണുപ്പുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്തേക്ക് കുറച്ച് പോപ്പുലേഷനെ അല്ലെങ്കിൽ കുറച്ച് സ്പീഷീസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വിടുകയാണെങ്കിൽ ആർക്കാണോ ഈ കോൾഡിനെ ഓവർകം ചെയ്ത് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുന്നത് അവർക്ക് മാത്രമേ പിന്നീടും അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ആർക്കാണോ അവിടെ ഓവർകം ചെയ്യാൻ പറ്റാത്തത് അവരെന്ത് ചെയ്യും, അവിടെ ചത്തുപോകും അല്ലേ. അങ്ങനെയുള്ള അപ്പോൾ അവിടെ എന്താണ് അവിടെ ഒരു ഫാക്ടർ ആയത്, അപ്പോൾ ഒരു ഓർഗാനിസം അവിടെ നിൽക്കും ഇല്ലെങ്കിൽ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് തീരുമാനിക്കുന്നത് എന്തായിരുന്നു, അവിടെയുള്ള ഒരു ടെമ്പറേച്ചർ ആയിരുന്നു. അവിടെ ഭയങ്കര കോൾഡ് ടെമ്പറേച്ചർ ആയിരുന്നു. ആ കോൾഡ് ടെമ്പറേച്ചറിനെ ആർക്കാണോ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നത് അവർ സർവൈവ് ആവും, അല്ലാത്തവർ സർവൈവ് ആവില്ല അല്ലെ. അപ്പൊ ദാറ്റ് നേച്ചർ അല്ലെങ്കിൽ അവിടുത്തെ ആ നേച്ചർ ആണ് എന്ത് ചെയ്തത്, അവിടെ സെലക്ട് ചെയ്യുന്നത് ഏത് ഓർഗാനിസംസ് അവിടെ സർവൈവ് ചെയ്യണം, ഏത് ഓർഗാനിസംസ് അവിടെ സർവൈവ് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ നേച്ചർ അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു കണ്ടീഷനകത്ത് നോർമലി ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി വേറൊരു കണ്ടീഷനിലോട്ട് അവർ സർവൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് എന്ത് വേണം, അവർക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് അവർക്കൊരു ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചുകൾ അവർ വരുത്തിയേ പറ്റൂ. അങ്ങനെ ചേഞ്ച് സംഭവിക്കുന്ന സമയത്ത് പിന്നീടുള്ള ആൾക്കാർക്കും ആ ചേഞ്ച് ഇല്ലെങ്കിൽ ആ പറയുന്ന ഒരു എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബോഡി മേക്കപ്പ് ആയിരിക്കും പിന്നീടുള്ള പോപ്പുലേഷനും വരുന്നത് അല്ലെ. അപ്പൊ അവിടെ മൊത്തത്തിൽ എന്താവുന്നു, നേരത്തെയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പുതിയ സ്പീഷീസുകൾ അവിടെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. വൈ? ബിക്കോസ് ദെയർ നേച്ചർ ഈസ് ലൈക്ക് ദാറ്റ് അല്ലെ. അവരുടെ എൻവയോൺമെന്റ് അങ്ങനെയാണ്. അവർക്ക് അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ പറയുന്ന ചേഞ്ചുകൾ ഉൾക്കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് അവർ അവിടെ ചേഞ്ചുകളെ സ്വീകരിക്കുന്നു അല്ലെ. അങ്ങനെ ചേഞ്ചുകൾ ഉണ്ടായി അവരെന്തായിട്ട് മാറുന്നു, പുതിയൊരു സ്പീഷീസ് ആയിട്ട് ചേഞ്ച് ആവുന്നു. സോ എ ന്യൂ സ്പീഷീസ് ആർ ഫോമിങ് ഓർ വേരിയേഷൻസ് ആർ occurring or due to this variation a new species are forming and these new species are formed due to the differences in the nature അല്ലെങ്കിൽ environmental condition അല്ലെ. വിത്ത് ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെന്റൽ കണ്ടീഷൻ. ആ എൻവയോൺമെന്റൽ കണ്ടീഷനിൽ വരുന്ന ചേഞ്ചുകളെ ഓവർകം ചെയ്യാനായിട്ട് അവർ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാക്കുന്നു. ദാറ്റ് വേരിയേഷൻ ലീഡ്സ് ടു എ ന്യൂ സ്പീഷീസ്. സോ സച്ച് ടൈപ്പ് ഓഫ് പ്രോസസ് അല്ലെങ്കിൽ ദാറ്റ് വിച്ച് ഹെൽപ്പ് ഈസ് കോൾഡ് ആസ് ദ നാച്ചുറൽ സെലക്ഷൻ. So here the environment or the nature is helping them to survive or for the variation or for forming a new species. Okay. Then migration നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞത്? മൈഗ്രേഷൻ കാരണം ഒരു പുതിയ പോപ്പുലേഷൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. എന്താണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ്, ഒരു സ്പീഷീസിലുള്ള കുറച്ച് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു, മേ ബി migrated to a new geographical area and adjust to the changes in the environment there and develop into a new species. ഒരു സ്ഥലത്ത് നിന്ന് അവർ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവരെന്ത് ചെയ്യുന്നു, പുതിയൊരു എൻവയോൺമെന്റിലോട്ട് അല്ലെങ്കിൽ പുതിയൊരു കണ്ടീഷനിലോട്ട് മാറുന്നു. എന്നിട്ട് അവർ അവിടെ അഡാപ്റ്റ് ചെയ്ത് അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് അവർ ജീവിക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നീട് വരുന്ന ജനറേഷൻസും ഈ പറയുന്ന അഡാപ്റ്റേഷൻസ് ഉണ്ടാക്കുന്നു, അവരവിടെ സർവൈവ് ചെയ്യുന്നു. ദറ്റ് ഈസ് കോൾഡ് ആസ് ദ മൈഗ്രേഷൻ. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് മൈഗ്രേഷനും നാച്ചുറൽ സെലക്ഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് അവർ ഫോഴ്സ്ഫുള്ളി അതിലോട്ട് അഡ്ജസ്റ്റഡ് ആവുന്നതാണ്. അവിടുത്തെ എൻവയോൺമെന്റ് എന്ന് പറയുന്നതാണ് അവിടെ ബേസിക്കലി ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത്. നാച്ചുറൽ സെലക്ഷനകത്ത് സർവൈവ് ചെയ്യണമെങ്കിൽ ഇല്ലെങ്കിൽ ഈ പറയുന്ന എൻവയോൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് ഹൂ വാണ്ട് ടു സർവൈവ് ദർ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ദാറ്റ് നേച്ചർ അല്ലെ, ദാറ്റ് എൻവയോൺമെന്റൽ കണ്ടീഷൻ ആണ് അവിടെ തീരുമാനിക്കുന്നത്. ബട്ട് ഇവിടെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്താ? അവർ മനസ്സാൽ അവരെടുത്ത തീരുമാനമാണ്, ഞാൻ ഇവിടേക്ക് പോകുന്നു, ഞാൻ അവിടുത്തെ ഇതിനനുസരിച്ച് എൻവയോൺമെന്റിനനുസരിച്ച് ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞ് തീരുമാനം എടുക്കുന്നത് ഈസ് ദാറ്റ് ഇൻഡിവിജ്വൽ. ഓക്കെ, സോ ബോത്ത് ആർ ഡിഫറെന്റ്. ഇപ്പൊ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ some individuals of a species may migrate to a new geographical area and they are adjusting to the changes in the environment and they develop a new species. അങ്ങനെ അവരൊരു ന്യൂ സ്പീഷീസ് ആയിട്ട് ഫോം ചെയ്യുന്നു. That is called as that is how the migration helps to the formation of a new species.